വൈ കമ്മ്യൂണിക്കേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്. ഓക്കെ, എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചൊരു പാടുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് ഇപ്പോൾ എൻ്റെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര മോശമായിട്ടുള്ള ആളാണ് ടിൽ നൗ. ലൈക്ക് ഞാൻ ഒരിക്കലും ഒരു കിട്ടിയ ആളാണ് എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. ബട്ട് ആ കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പ്രൂവ്മെൻ്റുള്ള കുറേ ഗുണങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ലൈക്ക് ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതിൽ കുറച്ചൊന്ന് ഷെയർ ചെയ്യാൻ വയ്ക്കുന്നു. അതായത് ഞാനിപ്പോൾ ആമസോണിൽ നിന്നൊക്കെ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് റീസെൻ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെ റീസെല് ചെയ്യുന്ന സമയത്ത്, അന്ന് അത് കുറേ നാൾ മുമ്പ്, ഒരു 5-10 വർഷം മുമ്പ്, 5 7-8 വർഷം മുമ്പ്, ഇപ്പോൾ തന്നെ 2026 സോ ഓക്കെ, 7-8 വർഷം മുമ്പ് നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കില്ല. മൈ ബോക്സ്, അൺബോക്സ്, നോ പ്രൊഡക്റ്റ്, ലൈക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന സ്ഥലത്ത് ഭയങ്കര മോശമാണ്. അപ്പം നമ്മൾ ബാക്കിയുള്ളവരുടെ ഹെൽപ്പ് ചോദിക്കുക, അല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ള. അപ്പോൾ എനിക്ക് തോന്നിയത് ലൈക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യണം, നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്. സോ I try to improve my communication skill and even my accent also. So it's helped me a lot. സോ എനിക്ക് ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ട്, ബട്ട് നമ്മൾ പക്ക ലോക്കലായിട്ട് ആ ഒരു, ബട്ട് ഇത് പറയുന്നിടത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, റെസ്പെക്റ്റ് ആൻഡ് ഓൾ ദ തിങ്സ്. ഈവൻ ഇഫ് യു ആർ ടോക്കിംഗ് ടു എ ഫോറിനർ, ലൈക്ക് വി ഗെറ്റ് ദ റെസ്പെക്റ്റ് ആൻഡ് ഓൾ. ലൈക്ക് ഈവൻ ഞാൻ ഭയങ്കര ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ ആൾക്കാർ പറയും ലൈക്ക് ഓക്കെ, നിങ്ങൾ സംസാരിക്കാൻ ഭയങ്കര ഫാസ്റ്റാണ്, അങ്ങനെയൊക്കെയാണ്. സോ ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ അവർ ലൈഫ്. അത് ഞാൻ ഇപ്പം എനിക്ക് ചില സ്ഥലത്ത് ലൈക്ക് ലേസിനെസ് ഉണ്ട്, അതേപോലെ ഷൈനെസ് ഉണ്ട്, ഇൻട്രോവേർട്ട്സം ഉണ്ട്. അതൊക്കെ എനിക്ക് മാറ്റിയെടുക്കണമെന്നുണ്ട്. ബട്ട് കമ്മ്യൂണിക്കേഷൻ ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ബ്യൂട്ടിഫുൾ തിങ് ഇൻ ദ വേൾഡ്. ലൈക്ക് ഇപ്പോൾ ഒരു നിങ്ങൾക്കൊരു ലാംഗ്വേജ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ചെയ്യാം. ലൈക്ക് ഇപ്പോൾ എനിക്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജസ് ഇപ്പോൾ അറിയാം. ആൻഡ് ചിലതൊക്കെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ കന്നഡയൊക്കെയാണെന്ന് വെച്ചോ, ഞാൻ ഫസ്റ്റ് ഞാൻ പഠിച്ചത് മുന്തിരി നിർത്താന, ലൈക്ക് എന്നൊരു സാധനമുണ്ട്, ആ കൺസെപ്റ്റ്. അത് നല്ല രസമായിരുന്നു. അപ്പം ആ നല്ല രസമുള്ളൊരു പരിപാടിയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരിക്കൽ മെട്രോ സ്റ്റേഷനിൽ ഫസ്റ്റ് ടൈം അങ്ങനെയല്ല, ലൈക്ക് ആക്റ്റീവായിട്ടില്ല. അപ്പോൾ എനിക്ക് പോകേണ്ട അടുത്തോട്ടുള്ള മെട്രോ വരുന്നതെന്ന് ഞാൻ അവിടുത്തെ ഒരു സെക്യൂരിറ്റി എടുത്ത് വെച്ചു. പുള്ളി കന്നഡയിൽ അങ്ങ് പറയാം, ലൈക്ക് അതായത് ഇപ്പോൾ ഒരു ട്രെയിൻ വരും, അത് പോകത്തില്ല, അത് കഴിഞ്ഞ് അടുത്ത ട്രെയിൻ വരും, അതിന് വേണ്ടി വെയിറ്റ്. പുള്ളി പക്ക കന്നഡയിലാണ് പറയുന്നത്, പക്ഷേ എനിക്കത് മനസ്സിലാവുന്നുണ്ട്, എനിക്ക് തെറ്റിതാണ്. ലൈക്ക് അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സാധനം തരും. നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ മനസ്സിലായല്ലോ, നമ്മൾ ഇമ്പ്രൂവ് ചെയ്തല്ലോ എന്നുള്ളത്. ബട്ട് സംസാരിക്കാൻ എപ്പോഴും സെറ്റായിട്ടില്ല. ചിലപ്പോൾ ഞാൻ നാട്ടിലൊന്നും രീതിയിൽ ചിലപ്പോൾ ഒരു ചായ ഇങ്ങനെ എനിക്കിങ്ങനെ അവർ എടുത്ത് തരും. ലൈക്ക് ഇവിടുത്തെ ആൾക്കാർക്ക് മൾട്ടി ലിംഗ്വൽ അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇപ്പോൾ ചില ആൾക്കാർ എന്നെ കാണാൻ ഹിന്ദി ലുക്കാണ്, ലൈക്ക് ഹിന്ദിക്കാരന്മാരെ അല്ല ബംഗാളി ലുക്കാണെന്ന്. എനിക്ക് അതറിയാൻ പാടില്ല. ലൈക്ക് ആരൊക്കെ പറയുന്നത് മലയാളിയായിരുന്നു, ലൈക്ക് കണ്ട ഒരു ബംഗാളിക്കാരൻ സാധനം ഉണ്ടല്ലോ, നൈസ്. അപ്പോൾ എൻ്റെ അടുത്ത് മിക്ക ആൾക്കാരെ വന്ന് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. ഞാൻ പറയും ഹിന്ദി നഹി ഭയ്യ ഹി, ലൈക്ക് ഈ സാധനം ഉണ്ടല്ലോ. സോ നൈസാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. ലൈക്ക് അടിപൊളിയാണ്, ലൈഫിൽ അത് സെറ്റാവും. നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഹാപ്പി ടോക്ക് ട്രൈ ഔട്ട്.